നമുക്ക് തലശ്ശേരി സ്റ്റൈൽ ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ 600 ഗ്രാം സാൽമൺ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫിഷും ആണെങ്കിലും എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സാക്കി മീൻ അതിലേക്ക് ഇട്ടിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഫിഷ് അധികം ഫ്രൈ ആയി പോകണ്ട, ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നതിന് പകരം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി വെക്കാം. സെയിം ഓയിലിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ ഉള്ളി വേഗം വാടിക്കിട്ടും. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതെല്ലാം ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അരക്കപ്പ് തൈര് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി വഴറ്റി പൊരിച്ച് വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. അതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പോട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂണും ഓയിൽ ഒഴിച്ച് തിന്നായി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ദം ചെയ്യുമ്പോൾ റൈസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് തിളക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ ചോറ് റെഡിയാവും. ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടിപ്പരിപ്പ് റൈസിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, ഗരം മസാല ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ചോറ് എടുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലെമണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ദം ചെയ്തെടുക്കാം.
മസാലയിലേക്ക് നെയ്ച്ചോറ് പകുതി ഇട്ട് കൊടുക്കാം. അതിന് മേലെ ചെറുനാരങ്ങ നീരും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി പകുതി ഇട്ട് കൊടുക്കാം. അതിന് മേലെ കുറച്ച് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് ബാക്കിയുള്ള നെയ്ച്ചോറ് ഇട്ട് കൊടുത്ത് സെയിം ലെയേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറും മസാലയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ പറയണേ. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.